ഹലോ, നമുക്ക് തുടങ്ങിയാലോ? ഓഡിയബിൾ അല്ലേ? ഓക്കെ, സ്ക്രീൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? വൈക്കേരിയസ് ലയബിലിറ്റി, സ്ട്രിക്റ്റ് ലയബിലിറ്റി, ആബ്സല്യൂട്ട് ലയബിലിറ്റി അല്ലേ? ഇനി നമുക്ക് കുറച്ച് ടോർട്ട് നോക്കാം. റെക്കഗ്നൈസ് ചെയ്ത കുറച്ച് ടോർട്ടാണ് ഇനി പറയുന്നത്. ഇതിൽ 8 കണ്ട് പേടിക്കേണ്ട, ഇന്ന് 4 ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഫസ്റ്റ് വൺ ട്രെസ്പാസ് ടു പേഴ്സൺ, പിന്നെ നെഗ്ലിജൻസ്, ന്യൂയിസൻസ്, ഡിഫമേഷൻ. ട്രെസ്പാസ് ടു പേഴ്സൺ എന്ന് പറയുമ്പം നമ്മുടെ ബോഡീൻ്റെ എഗെയിൻസ്റ്റിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറി സംഭവിക്കുമ്പോഴാണ് നമ്മൾ അതിനെ ട്രെസ്പാസ് ടു പേഴ്സൺ അല്ലെങ്കിൽ ബോഡി എന്ന് പറയുന്നത്. ഇതിൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ ബോഡി എന്നുള്ള രീതിയിലേക്ക് വേണം ചിന്തിക്കാൻ. പേഴ്സൺ എന്ന് പറയുമ്പോൾ ഡിഫമേഷൻ ആണ്, അത് റെപ്യൂട്ടേഷൻ ആണ് എന്നൊന്നും ചിന്തിക്കരുത്. ഇതിൽ ആകെ 3 വരുന്നത്: അസോൾട്ട്, ബാറ്ററി, മേഹിം. അസോൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു അപ്രഹെൻഷൻ ഓഫ് ഫിയർ. നമുക്ക് പെട്ടെന്ന് ഒരാൾ നമ്മുടെ മുന്നിൽ നിന്ന് ഒരു മുഷ്ടി ചുരുട്ടി വേഗം ഇടിക്കാൻ വരികയാണെങ്കിൽ നമുക്കൊരു പേടി ഉണ്ടാവില്ലേ? പെട്ടെന്ന് ഉള്ളുന്നൊരു പേടി വരില്ലേ? അതിന് ആ ഒരു പേടിനെയാണ് നമ്മൾ, ആ ഒരു അപ്രഹെൻഷൻ ഓഫ് ഫിയറിനെയാണ് നമ്മൾ അസോൾട്ട് എന്ന് പറയുന്നത്. ബാറ്ററി എന്ന് വെച്ചാൽ ആക്ച്വൽ അപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് എന്ന് വെച്ചാൽ കൈ ഓങ്ങ മാത്രമല്ല, എന്നെ അടിച്ചു, എന്നെ ശരിക്കും അടിക്കുന്നതിനാണ് ബാറ്ററി എന്ന് പറയുന്നത്. കൈ ഓങ്ങി എന്നെ പേടിപ്പിച്ചാൽ അത് അസോൾട്ടാണ്. കൈ ഓങ്ങുകയും ചെയ്ത് എന്നെ അടിക്കുകയും കൂടെ ചെയ്താൽ അത് ബാറ്ററിയാണ്. ഓക്കെ, അപ്പം ഈ അസോൾട്ടും ബാറ്ററിയും ഒരുമിച്ചും ഉണ്ടാവാം. ചിലപ്പം അസോൾട്ട് മാത്രമായിരിക്കും, ബാറ്ററി ഉണ്ടാവില്ല. ബാറ്ററി മാത്രം ഉണ്ടാവും, അസോൾട്ട് ഇല്ലാത്ത സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ വരുന്നുണ്ടോ? ആ എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പം ഞാൻ തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പം എൻ്റെ ബാക്കിൽ നിന്ന് ഒരാൾ വന്നിട്ട് എന്നെ കൈ ഓങ്ങി, ഞാൻ അറിയുന്നില്ല. അപ്പം എനിക്ക് അസോൾട്ട് എന്തായാലും വരുന്നില്ല. പക്ഷെ എന്നെ അടിച്ചാൽ ബാറ്ററിയും ഉണ്ട്, പക്ഷെ അസോൾട്ട് ഉണ്ടോ? ഞാൻ പേടിക്കുന്നില്ല. എന്നെ അടി കൊള്ളുമ്പോഴല്ലേ ഞാൻ അറിയുന്നുള്ളൂ. അവിടെ ബാറ്ററിയാണ് വരുന്നത്, അസോൾട്ട് വരുന്നില്ല. അസോൾട്ടും ബാറ്ററി 2 സെപ്പറേറ്റ് ടോർട്ടാണ്. അസോൾട്ട്, ബാറ്ററി ഇല്ലാതെ അസോൾട്ടും ഉണ്ടാവും, അസോൾട്ട് ഇല്ലാതെ ബാറ്ററിയും ഉണ്ടാവാം. ഇപ്പൊ എന്നെ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, 2 അപ്പാർട്ട്മെന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പുറത്തെ അപ്പാർട്ട്മെന്റിന്റെ ബാൽക്കണിന്ന് എൻ്റെ ഫ്രണ്ട് കൈ ഓങ്ങി. ഇപ്പൊ നിങ്ങൾ നിറം സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? കുഞ്ചാക്കോ ബോബനും ശാലിനി ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പം ആ ബാൽക്കണിന്ന് കൈ ഓങ്ങിയാൽ എന്തായാലും അപ്രഹെൻഷൻ ഓഫ് ഫിയർ ഉണ്ടാവോ? അസോൾട്ട് ഉണ്ടാവോ? പേടി ഉണ്ടാവോ? അവൻ അപ്പുറത്തല്ലേ നിൽക്കുന്നത്. ഇനി എന്തായാലും കൈ ഓങ്ങിയ, അവിടെ നിന്ന് കൈ ഓങ്ങിയ എന്നെ അടിക്കൂലെന്ന് എനിക്കറിയാം. അപ്പൊ എനിക്ക് അവിടെ ഒരു അസോൾട്ട് വരുന്നില്ല, അവിടെ ബാറ്ററിയും വരുന്നില്ല. അപ്രഹെൻഷൻ ഓഫ് ഫിയർ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനെ അസോൾട്ട് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ കേട്ട് പരിചയം ഉണ്ടാവാൻ ചാൻസ് കുറവുള്ള ഒരു വേർഡാണ് മേഹം. മേഹം എന്ന് വെച്ചാൽ ഈ ബാറ്ററീൻ്റെ ഒരു റിസൾട്ടാണ്. ബാറ്ററീൻ്റെ ഒരു റിസൾട്ട് മൂലം എൻ്റെ ഫൈറ്റിംഗ് ലിംബായ, നമ്മുടെ ഫൈറ്റിംഗ് ലിംബ് എന്ന് വെച്ചാൽ കൈ, കാല്, പല്ല് എന്നൊക്കെയാൻ പറയാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മളെ കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ അറ്റാക്ക് ചെയ്യുക. എൻ്റെ അടുത്ത് കൈയും ഒരു സാധനവും ഇല്ല, ഒരു ആയുധവും ഇല്ല, കത്തിയില്ല, ഗണ്ണും അങ്ങനെ ഒന്നുമില്ല, ഒരു സേഫ്റ്റി പിന്ന് പോലും ഇല്ല. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഞാൻ എങ്ങനെയാ ഫൈറ്റ് ചെയ്യുക? എൻ്റെ കൈയോ കാലോ പല്ലോ ഒക്കെ യൂസ് ചെയ്തിട്ടല്ലേ. അപ്പം ഒരാൾ എന്നെ അടിച്ചു, അതിൻ്റെ റിസൾട്ടായിട്ട് എൻ്റെ കൈ ഒടിഞ്ഞു, അല്ലെങ്കിൽ കാലൊടിഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ പല്ല് പോയി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് മേഹമാവും. അപ്പൊ മേഹത്തിൽ എന്തായാലും ബാറ്ററി ഉണ്ട്, കാരണം ഒരു ഫോഴ്സ് വന്നതിന്റെ റിസൾട്ട് ആയിട്ടാണ് എൻ്റെ ഫൈറ്റിംഗ് ലിംബ് അവിടെ നഷ്ടപ്പെടുന്നത്. മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് അടുത്തയിലേക്ക് പോവാം. ഇനി നെഗ്ലിജൻസ്. നെഗ്ലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു റീസണബിൾ കെയർ എടുക്കണം എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു റീസണബിൾ കെയർ എടുക്കാത്ത പക്ഷം പ്ലെയിൻറ്റിഫിന് ഒരു ഇഞ്ചുറി സംഭവിച്ചാൽ അതിനെയാണ് നമ്മൾ നെഗ്ലിജൻസ് എന്ന് പറയാം. നെഗ്ലിജൻസിൻ്റെ എസെൻഷ്യൽസ് ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക്
ഡിഫൻഡന്റിന് പ്ലെയിൻറ്റിഫിനോട് ഒരു ഡ്യൂട്ടി ഉണ്ടാവണം. അത് പ്ലെയിൻറ്റിഫിനോട് തന്നെ ആയിരിക്കണം, വേറെ ആരോടും ഉള്ളതായിരിക്കരുത്. ഈ കേസ് ഇത് കിട്ടണമെങ്കിൽ പ്ലെയിൻറ്റിഫിനോട് തന്നെ ആയിരിക്കണം ഒരു ഡ്യൂട്ടി ഉണ്ടാവേണ്ടത്. ആ ഡ്യൂട്ടിയിൽ ഒരു ബ്രീച്ച് വരികയും ആ ബ്രീച്ച് മൂലം പ്ലെയിൻറ്റിഫിന് ഒരു ഡാമേജ് ഉണ്ടാവുകയാണെങ്കിലാണ് നമ്മൾ അതിനെ നെഗ്ലിജൻസ് എന്ന് പറയുന്നത്. നെഗ്ലിജൻസിൽ ഇപ്പം പറഞ്ഞല്ലോ, നമ്മുടെ ഡിഫൻഡന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു ഡിഫൻഡന്റ് നെഗ്ലിജന്റ് ആവുമ്പോഴാണ് നെഗ്ലിജൻസ് എന്ന ടോർട്ട് അപ്ലിക്കബിൾ ആവുന്നത്. അപ്പം ഈ പ്ലെയിൻറ്റിഫും കൂടെ നെഗ്ലിജന്റ് ആയതുകൊണ്ടാണ് പ്ലെയിൻറ്റിഫിന് ഇങ്ങനൊരു പ്രശ്നം വന്നത്. അതാണ് നമ്മൾ കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസിൽ പറയുന്നത്. കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻറ്റിഫും കൂടെ പ്ലെയിൻറ്റിഫിന്റെ നഷ്ടത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പ്ലെയിൻറ്റിഫിന്റെ കൂടെ ഒരു തെറ്റ് കാരണമാണ് പ്ലെയിൻറ്റിഫിന് ഇങ്ങനെ ഒരു നഷ്ടം വന്നത്. ഇപ്പൊ നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പം കൈയും തലയും പുറത്തിടരുതെന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ എൻ്റെ കൈയൊക്കെ പുറത്തോട്ടിട്ട് ഇങ്ങനെ നല്ല കാറ്റൊക്കെ കൊണ്ട് ആസ്വദിച്ചിരിക്കുമ്പം അപ്പുറത്തുനിന്ന് ഒരു ബസ് വന്നിട്ട് ഇടിച്ച് എൻ്റെ കൈയിന് പരിക്ക് പറ്റി. അപ്പൊ ഞാന് ബസ് ഡ്രൈവർ നെഗ്ലിജന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ നിൽക്കില്ല. അല്ലെങ്കിൽ എന്താ പറയാ, എനിക്ക് കിട്ടേണ്ട കോമ്പൻസേഷനിൽ ഒരു അളവ് കുറയും. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ കൈ പുറത്തിട്ടുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു നഷ്ടം ഉണ്ടായത് അല്ലെങ്കിൽ പരിക്ക് പറ്റിയത്. അവിടെ ഞാനും കൂടെ എൻ്റെ നഷ്ടത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ഡിഫൻഡന്റിന് ഒരു ഡിഫൻസ് ആയിട്ട് എടുക്കാം. ഡിഫൻസസ് പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ വരുന്നത് ന്യൂയിസൻസ് എന്നുള്ള വേർഡ് നിങ്ങൾക്ക് അറിയായിരിക്കല്ലോ. എന്തൊരു ന്യൂയിസൻസ് ആണെന്നൊക്കെ നമ്മൾ ചിലരെ കുറിച്ച് പറയും അല്ലേ? ഭയങ്കര എന്നെ കുറിച്ച് പറയരുത് കേട്ടോ. അപ്പൊ ന്യൂയിസൻസ് എന്ന് പറയുമ്പം ഒരു അൺലോഫുൾ ഇന്റർഫിയറൻസ് ടു എ പേഴ്സൺസ് യൂസ് ഓർ എൻജോയ്മെന്റ് ഓഫ് ലാൻഡ്. എൻ്റെ ഭൂമി ആണ്, എൻ്റെ ലാൻഡ്, എനിക്ക് പൂർണ്ണ അവകാശമുള്ള ലാൻഡ്. അതിലേക്ക് നിങ്ങൾ അനധികൃതമായി വന്ന് എൻ്റെ ആ ഒരു സന്തോഷം കളയരുത് എന്നാണ് പറയുന്നത്. ഡയറക്റ്റ് വരണം എന്നില്ല. ഇന്റർഫിയറൻസ് നോയ്സോ സ്മോക്ക് സ്മെല്ല് അങ്ങനെയുള്ള കാര്യങ്ങളാവാം. ഇപ്പം പാതിരാത്രിക്ക് ഞാൻ നല്ലോണം കിടന്നുറങ്ങുക, അപ്പം തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് നല്ല സ്പീക്കറിൽ നല്ല ലൗഡ് വോയിസ് ഒക്കെ ആയിട്ട് എൻ്റെ ഉറക്കം കളഞ്ഞു. അപ്പൊ അതൊരു പ്രൈവറ്റ് ന്യൂയിസൻസ് ആണ്, എന്നെ മാത്രം ബാധിക്കുന്നതാണ്. അത് പ്രൈവറ്റ് ഇൻഡിവിജ്വലായി എന്നെ മാത്രം ബാധിക്കുകയാണെങ്കിൽ അത് പ്രൈവറ്റ് ന്യൂയിസൻസ് ആണ്. പബ്ലിക്കിനെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണെങ്കിൽ അത് പബ്ലിക് ന്യൂയിസൻസ്. പബ്ലിക് ന്യൂയിസൻസിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളിപ്പം ഈ ഇടവഴികളൊക്കെ ഉണ്ടാവില്ലേ, ചിലപ്പം ഈ ഇടവഴികളിലൊക്കെ വേസ്റ്റ് കുറെ കൊണ്ടുപോയി ഡംപ് ചെയ്യുക, എന്നിട്ട് ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത് പബ്ലിക്കിനെ മൊത്തത്തിൽ എഫക്റ്റ് ചെയ്യുന്ന, പബ്ലിക് യൂസ് ചെയ്യുന്ന ഒരു ഇതായിരിക്കണം, പ്രൈവറ്റ് റോഡല്ല, ഒരു വീട്ടിലേക്ക് മാത്രമുള്ള ഒരു വഴിയല്ല, പബ്ലിക് യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് പോലുള്ള ഒരു റോഡാണ്. അപ്പം ടൗണിലൊക്കെ ചില റോഡ്സ് അങ്ങനെ ഉണ്ട്. എൻ്റെ വീട്ടിലേക്കൊക്കെ പണ്ട് പോകുമ്പോൾ ഷോർട്ട് കട്ടിലൂടെയൊക്കെ പോകുമ്പം പെട്ടെന്ന് മിഠായി തെരുവിന്ന് ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ടൊക്കെ വരുമ്പം ഭയങ്കര സ്മെല്ലാണ്. അവിടെ മൂക്ക് പൊത്തിയിട്ട് അതിലെ പോരാൻ പറ്റുള്ളൂ. അത്രയും നമുക്കൊരു ന്യൂയിസൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ ആരും ക്ലീൻ ചെയ്യാനും ഇല്ല, അങ്ങനെ ഉള്ള ഒരു സംഭവം. പബ്ലിക് ന്യൂയിസൻസ് ടോർട്ടല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം, അത് ക്രൈമാണ്. ടോർട്ടിൽ വരുന്ന പ്രൈവറ്റ് ന്യൂയിസൻസ് ആണ്. പിന്നെ വരുന്നത് ഡിഫമേഷൻ. ഡിഫമേഷൻ എന്താ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഡിഫമേഷൻ എന്താ. ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട്. ഓർമ്മയില്ല? റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യങ്ങൾ. റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് ടോർട്ടും ആണ് ക്രൈമും ആണ്. പക്ഷെ നമ്മളിവിടെ ടോർട്ടിന്റെ കാര്യം പറഞ്ഞാൽ മതി. എന്താ? ക്ലിയർ അല്ല. അവരവരുടെ ഡിഗ്നിറ്റിക്കും റെപ്യൂട്ടേഷനും റെപ്യൂട്ടേഷൻ, അതിനെയാണ് നമ്മൾ ഡിഫമേഷൻ എന്ന് പറയുന്നത്.
ഡിഫമേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പബ്ലിക്കേഷൻ ഓഫ് ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് ഒരു തേർഡ് പാർട്ടിനോട് അത് പറയണം. അല്ലാതെ ഞാനും എക്സും തമ്മിൽ മാത്രം സംസാരിക്കുകയാണ്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞാൽ അത് ഡിഫമേഷൻ ആവില്ല. വേറെ ഒരു ആള്, മൂന്നാമത് ഒരാള് അത് അറിയുമ്പോഴാണ് അത് ഡിഫമേഷൻ ആവുന്നത്. ഡിഫമേഷനിൽ 3 എണ്ണമുണ്ട്: ലിബൽ, സ്ലാൻഡർ ആൻഡ് ഇന്നുവെൻഡോ. ലിബൽ എന്ന് വെച്ചാൽ എന്താണ്? റിട്ടൺ ആൻഡ് പെർമനന്റ്. അത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ റിട്ടൺ ആൻഡ് പെർമനന്റ് ആവുമ്പം അത് ഇങ്ങനെ കാലാകാലം നിൽക്കുന്ന പോലെ കുറച്ചുകൂടെ ഇതാണല്ലോ. സ്ലാൻഡർ എന്ന് പറയുമ്പോൾ ഓറൽ ആൻഡ് വെറുതെ ഒന്ന് പറഞ്ഞു പോയതായിരിക്കാം, അത് എവിടെയും റെക്കോർഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് സ്ലാൻഡർ എന്ന് പറയുന്നത്. ലിബൽ പെർമനന്റ് ആണ്, ഇപ്പം മൂവി ഒക്കെ പോലെ. സ്ലാൻഡർ ഇപ്പം ഞങ്ങൾ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ ആരും റെക്കോർഡൊന്നും ചെയ്തിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളിലാണ് സ്ലാൻഡർ. ഇന്നുവെൻഡോ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡയറക്റ്റ് ഡിഫമേഷൻ. നമ്മൾ ദ്വയാർത്ഥം എന്നൊക്കെ പറയില്ലേ, നമ്മൾ മനസ്സിൽ ഒരു അർത്ഥം വെച്ചിട്ട് പുറമേ നോക്കുമ്പം ആ വേർഡിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഉള്ളിൽ ഒരു അർത്ഥമുള്ള പോലെ, അങ്ങനെ ഉള്ള ചില കാര്യങ്ങളില്ലേ, കളിയാക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയില്ലേ. അതിന് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഡിഫമേഷൻ ഉള്ളിൽ ഒരു അർത്ഥം വെച്ചിട്ട് യൂസ് ചെയ്യുന്ന കാര്യമാണല്ലോ. പേര് കേട്ടിട്ടുണ്ടാവില്ല എന്നേ ഉള്ളൂ. അറിയില്ല, ആർക്കും അറിയില്ല. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് എനിക്കത് ഊഹിച്ചെടുക്കാനൊന്നും പറ്റൂല കേട്ടോ, അങ്ങനത്തെ കഴിവൊന്നും എനിക്കില്ല. ഓക്കെ, ഇനി ഇതിന്റെ ഡിഫമേഷന്റെ ഒരു കേസ് മോറിസൺ വേഴ്സസ് റിച്ചി. അല്ല, ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒരാള് ഒരു ന്യൂസ് പേപ്പറോ നോട്ടീസ് അങ്ങനെ എന്തോ ആയിരുന്നു, അതിൽ പബ്ലിഷ് ചെയ്തു, ഈ ഒരു കപ്പിള് അവർക്ക് എന്താ ട്വിൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പബ്ലിക്കേഷന് ഒരു കുഴപ്പമില്ല. ഒരു കപ്പിളിന് അവർക്ക് കുട്ടികൾ ട്വിൻസ് ആണ് ഉണ്ടായത്. അങ്ങനെ കേൾക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷെ പ്രശ്നം എവിടെയാ വന്നതെന്ന് വെച്ചാൽ, അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസേ കഴിഞ്ഞുള്ളൂ. 1 മാസേ ആയിട്ടുള്ളൂ. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസേ ആയിട്ടുള്ളൂ. 1 മാസം മാത്രം ആയിട്ടുള്ളപ്പോൾ അവർക്ക് ട്വിൻസ് ഉണ്ടായിന്നും പറഞ്ഞിട്ട് ഒരു ന്യൂസ് വന്നാൽ എന്താ സംഭവം? എന്താ വിചാരിക്കുക ആൾക്കാര്? അപ്പൊ അതൊരു ഡിഫമേഷൻ പോലെ തോന്നിയിട്ടുള്ള അങ്ങനെ ഒരു കേസ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഡിഫമേഷനിൽ നമ്മൾ ഡിഫൻസ് എടുക്കുന്നത് അത് ഒരു ട്രൂത്ത് ആണ്. ഞാൻ പറഞ്ഞ കാര്യം ഒരു സത്യമാണെങ്കിൽ അത് ഡിഫമേഷൻ അല്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എനിക്കത് ശരിയാണെന്ന് ഞാൻ തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ഡിഫമേഷൻ അല്ല. പിന്നെ പ്രിവിലേജ് എന്ന് വെച്ചാൽ ഇപ്പം ഈ പാർലമെന്റിലൊക്കെ ഡിബേറ്റും സ്പീച്ചും കാര്യങ്ങളൊക്കെ നടക്കുമ്പം അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ അത് ഡിഫമേഷൻ അല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഓപ്പോസിഷൻ പാർട്ടിയും 2 പാർട്ടിയാണല്ലോ, അപ്പം അവർക്ക് മറ്റുള്ളവരെ പേടിച്ചിട്ട് അവർ സത്യം പറയാതെ ഇരിക്കരുത് എന്നുള്ള ഒരു ഇതിലാണ് അങ്ങനെ ഒരു സംഭവം ഉള്ളത്. പക്ഷെ പലതും വിളിച്ച് പറയുന്നുണ്ട്, അത് ഡിഫമേഷൻ ആക്കാൻ പാടുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആൻസർ പറയണം കേട്ടോ, ചാറ്റ് ബോക്സിൽ ഇടരുത്. Libel is addressed to ears, eyes, brain, body. എന്താ പറഞ്ഞോ? ഐസ് ആണോ? ഐസോ? ഐസ്. ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, എല്ലാ ഓപ്ഷനും ഒന്ന് നോക്കി നോക്ക്. ബ്രെയിൻ. ബ്രെയിനോ? ലിബൽ എന്താണ് സാധനം? റിട്ടൺ ബോഡി. ആയിട്ടുള്ള. ബോഡിയാണ്. ലിബൽ എന്ന് പറഞ്ഞാൽ ഡിഫമേഷൻ ആണ്. ഡിഫമേഷൻ എന്തിന്റെ അഗെയിൻസ്റ്റാ? പേഴ്സന്റെ അഗെയിൻസ്റ്റാ. പേഴ്സൺ എന്ന് പറയുമ്പോൾ ബോഡി എന്ന് ഞാൻ ബ്രാക്കറ്റിൽ ഇട്ടിരുന്നു. അതാണ് അതിന്റെ ആൻസർ. കുറച്ച് കൺഫ്യൂസിങ് ആണ്, കുഴപ്പമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Libel is publication of a defamation statement
in a transient form, permanent form, both A and B, either A or B. പറയ്. ബി ആണോ? ബി ആണ്. നിങ്ങൾക്ക് സിയും ഡിയും കണ്ടപ്പം എന്തെങ്കിലും കൺഫ്യൂഷൻ തോന്നിയോ? വെറുതെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇട്ടതാണ്. വെറുതെ കൺഫ്യൂസ്ഡ് ആയില്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിലാണ് പോകുന്നത്. കൺഫ്യൂഷൻ ആവേണ്ട ഒരു ചാൻസും ഇല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Unreasonable interference in the use or enjoyment of land resulting in some damage constitute private nuisance, public nuisance, trespass to land, and breach of contract. പ്രൈവറ്റ് ന്യൂസൻസ്. പ്രൈവറ്റ് ന്യൂസൻസ്, അതെ കറക്റ്റ് ആണ്. പ്രൈവറ്റ് ന്യൂസൻസ്. പബ്ലിക് ന്യൂസൻസ് ആണോ എന്ന് തോന്നിയോ? എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല അല്ലേ? പിന്നെ ടോട്ടല് പ്രൈവറ്റ് ന്യൂസൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് നല്ലൊരു ക്വസ്റ്റ്യനാ. വായിക്കണോ അതോ നിങ്ങൾ വായിച്ച് കുഴങ്ങോ? Shobhika invited Shobita for a lavish lunch at her home. While they were having dinner, Shobita made an unwanted comment about Shobhika's husband. വീട്ടിലേക്ക് ലഞ്ചിന് വിളിച്ചിട്ട് ഹസ്ബൻഡിനെ ചീത്ത പറയാ, അല്ല ഇങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞാൽ ആർക്കും ഏതൊരു ഭാര്യയ്ക്കും സഹിക്കില്ല. Frustrated by this, Shobhika abused Shobita, telling her that she is a coquette. Shobhita left the home and within few days filed a suit of defamation against Shobhika. അപ്പൊ ഇനി നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്, ലയബിൾ ആണോ അല്ലേ. മെന്റൽ എബിലിറ്റിന്റെ ക്വസ്റ്റ്യൻ പോലെ ആയിപ്പോയില്ലേ. ഓപ്ഷൻ വായിച്ച് ആലോചിച്ചെടുത്ത് തീരുമാനം എടുത്താൽ മതി. ശോഭിക ലയബിൾ ആണോ അല്ലേ എന്ന് മാത്രമല്ലല്ലേ ഓപ്ഷനിലുള്ളത്. ശോഭിക ഇസ് ലയബിൾ ആസ് ഷീ ഷുഡ് നോട്ട് ഹാവ് ഇൻസൾട്ടഡ് ശോഭിത. അങ്ങനെ ഒരു ലോ സ്റ്റുഡന്റ് ചിന്തിക്കാൻ പാടുണ്ടോ? ലോ ആസ്പിരന്റ്. Shobhika is liable as she had used derogatory statements about Shobhita. Shobhika is not liable as she has not communicated it to anybody except Shobhita. Shobhika is not liable as she സി has... ആണോ? എത്ര ഏതാ? സി ആണോ? സി ആണ്. സി ആണ് ആൻസർ. കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല, ഒരു തേർഡ് പാർട്ടിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ. തേർഡ് പാർട്ടിയുടെ അതെ ഞാനും അതാണ്. അതന്നെയാണ്, അങ്ങനെ തന്നെയാണ് ഓപ്ഷൻ. ഇത് ക്വസ്റ്റ്യൻ വലുതായിട്ട് കണ്ടു എന്ന് വിചാരിച്ച് അങ്ങനെ പേരും കാര്യമൊക്കെ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരുമെങ്കിലും നിങ്ങൾ ആ ഒരു ഓപ്ഷനിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല, തേർഡ് പാർട്ടി അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഡിഫമേഷൻ അല്ല എന്നാണ് പറഞ്ഞത്. അതാണ് തേർഡ് പാർട്ടിന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചത്. തേർഡ് പാർട്ടിനോട് പറഞ്ഞിട്ടില്ല, അപ്പൊ പിന്നെ അത് ഡിഫമേഷൻ അല്ല, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. Defenses available for an action for defamation are truth, absence of motive, fair comment; truth, statutory authority, fair comment; privileges, statutory authority, fair comment; justification, privileges, fair comment. എന്താ? ആബ്സെൻസ് ഓഫ് മോട്ടീവ് ടോട്ടൽ നോക്കുന്നുണ്ടോ? മോട്ടീവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ടോട്ടൽ അതൊന്നും നോക്കുന്നില്ലല്ലോ. ക്രൈമിലല്ല ഒക്കെ നോക്കുക. ആൻസർ ഡി ആണ്, പ്രിവിലേജസ്. ഡി ഓപ്ഷൻ ഡി ആണ് ആൻസർ. പ്രിവിലേജസ്, പാർലമെന്റിൽ പ്രിവിലേജ് ഉണ്ട്. ജഡ്ജ് ജുഡീഷ്യലി ആക്ട് ചെയ്യുമ്പം അവിടെയും ഒരു പ്രിവിലേജ് ആണ് വരുന്നത്. അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ്.
ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ്. റോങ് ആണ്. ഡൊണോഗ് വേഴ്സസ് സ്റ്റീവൻസൺ ഏതാ കേസ് എന്നറിയോ? മറ്റേ എന്തോ ബിയർ കുടിച്ചപ്പോ ഒച്ചിനെ കിട്ടിയ ഒരു കേസില്ലായിരുന്നു? ഡൊണോഗ് വേഴ്സസ് സ്റ്റീവൻസൺ നെഗ്ലിജൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള കേസാണോ? മാനുഫാക്ചറർ ഇസ് ലയബിൾ ടു അൾട്ടിമേറ്റ് കൺസ്യൂമർ എന്ന് പറഞ്ഞ കേസാണ് ഡൊണോഗ് വേഴ്സസ് സ്റ്റീവൻസൺ. അതിൽ മാനുഫാക്ചറർ നെഗ്ലിജന്റ് ആയിരുന്നു. അപ്പൊ അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് അല്ല. A member of parliament cannot be sued for defamation for his speech in parliament. അതും റോങ് സ്റ്റേറ്റ്മെന്റ് അല്ല. Minor cannot be held liable for a tort he has committed. റോങ് സ്റ്റേറ്റ്മെന്റ് ആണോ? മൈനറിന് എന്തെങ്കിലും ലയബിലിറ്റി വരുന്നുണ്ടോ? ഇല്ല. ആൻസർ എന്താ? സി. യെസ്, സി ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഈ കേസ് ഞാൻ മറ്റേ ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്ത ആ കേസാണ്. അയ്യോ, ആൻസർ കപ്പിളിന് ട്വിൻസ് ഉണ്ടായി എന്ന് പറഞ്ഞ കേസ്. കേസിന്റെ പേര് എഴുതി വെച്ചോട്ടോ. എന്നാലും ഡിഫമേഷൻ ആണ് ആൻസർ വരുന്നത്. മലീഷ്യസ് പ്രോസിക്യൂഷൻ, നെഗ്ലിജൻസ് ഒന്നല്ല. മേഹം. മേഹം ഇസ് എ ടൈപ്പ് ഓഫ് അസോൾട്ട് ആണോ, ബാറ്ററി ആണോ, കൊയേഷൻ ആണോ? കൊയേഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരാളെ നിർബന്ധിച്ച് എന്തെങ്കിലും ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആണ് കൊയേഷൻ എന്ന് പറയാം. ആൻസർ എന്താ? ബി. അതെ, ബി ആണ് ആൻസർ. ബാറ്ററി ആണ്. ബാറ്ററിന്റെ ഒരു റിസൾട്ട് ആണ് ഇത്. എൻ്റെ ഒരു ഫൈറ്റിംഗ് ലിംബ് നഷ്ടപ്പെട്ടാൽ അതാണ് മെഹിം. അപ്പൊ മെഹിം ഇസ് എ ടൈപ്പ് ഓഫ് ബാറ്ററി. Intentional application of force to another person without any lawful justification. എന്തായിരിക്കും? Intentional application. എന്തായാലും അടി കൊണ്ടിട്ടുണ്ട്. അപ്പൊ എന്താ വരിക? അപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്. എന്താ? ഡി ആണോ? ഡി ഞാൻ പറയാത്തൊരു ഓപ്ഷൻ അല്ലേ? ട്രെസ്പാസ്, അബ് ഇനിഷ്യോ. ബാറ്ററി B ആണോ? ആണോ? ബി. ബി ആണ്. ബാറ്ററി ആണ്. അബിനീഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രം ദ ബിഗിനിങ് അത് വോയിഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കോൺട്രാക്റ്റിൽ പഠിച്ച സാധനം തന്നെ. അബിനീഷ്യോ ഫ്രം ദ വെരി. ഇതിലെ ഇന്റൻഷണൽ ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് ആണ്. അത് ബാറ്ററി ആണ്. വിത്തൗട്ട് എനി ലോഫുൾ ജസ്റ്റിഫിക്കേഷൻ. ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു ഇന്റൻഷണൽ ആപ്ലിക്കേഷൻ ഫോഴ്സ് എന്ന് പറയുമ്പോൾ അത് ബാറ്ററി ആണ്. അസോൾട്ട് എന്ന് പറഞ്ഞ ഒരു അപ്രഹെൻഷൻ ഓഫ് ഫിയർ ആണ്. അതൊന്നും ഇതിൽ പറയുന്നില്ല. ക്വസ്റ്റ്യനിൽ ഇന്റൻഷണൽ ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് എന്ന് മാത്രമേ ഉള്ളൂ. Which of the following is not a libel? Defamatory matter in printing or writing, a movie, sounds of gestures, writing in poster. എന്തായിരിക്കും? ക്യാൻസൽ ബി ചെയ്ത് ആണോ? നോക്കിയോക്ക്. ബിയോ? ലിബൽ. സി. നോട്ട് എ ലിബൽ. സി ആണോ? സി ആണ്. നോട്ട്. സി ആണ്. സി ലിബൽ എന്നാണ് ചോദിച്ചത്. ബാക്കി മൂന്നും ഏകദേശം ഒരേപോലെയല്ലേ? റൈറ്റിംഗ് ഇൻ പോസ്റ്റർ പറഞ്ഞ ഒരു കാര്യമല്ല. പോസ്റ്റർ റിട്ടേൺ ആണ്, പെർമനന്റ് ആണ്. മൂവി എല്ലാവരും കാണുന്ന അങ്ങനെയല്ലേ? കേട്ടിട്ടുള്ള ഒരു സംഭവമല്ലല്ലോ, കാണുന്നില്ലേ? അങ്ങനെ പെർമനന്റ് ആയിട്ടുള്ള ഒരു ഇതല്ലേ? ഡിഫമേറ്ററി മാറ്റർ ഇൻ പ്രിന്റിങ് ഓർ റൈറ്റിംഗ്, അവിടെയും റൈറ്റിംഗ് ആണ് വരുന്നത്. സൗണ്ടും ജസ്റ്ററും ഒക്കെയാണ് മറ്റേത്
എന്തിലാ വരിക? സ്ലാൻഡറിലാണ് വരിക. എന്തെങ്കിലും ജെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാലോ അല്ലേ? ഡിഫമേറ്ററി ജെസ്റ്റേഴ്സ്, എന്തെങ്കിലും ആക്ഷനിലൂടെ ഒരാളെ ഡിഫെയിം ചെയ്യുന്നതൊക്കെ ഇപ്പം സാധാരണയായി നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന് ആൻസർ സി ആണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് സാധനം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഏതായിരുന്നു? നെഗ്ലിജൻസ് അല്ല, നെർവസ് ഷോക്ക്. കുറച്ചുകൂടെ എടുക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. മാം ഒരു ഡൗട്ട് ഉണ്ട്. പറഞ്ഞോ. നോയ്സൻസ് പറഞ്ഞല്ലോ. നോയ്സൻസ് പറഞ്ഞാൽ എന്തോ ഒരു ശല്യം എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പോ ഇപ്പൊ ബസ്സിൽ ഇപ്പോ ഇങ്ങനെ പൊതുസ്ഥലത്ത് ഇങ്ങനെ മദ്യപിച്ചിട്ട് ബോധമില്ലാതെ ഇങ്ങനെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അത് നോയ്സൻസ് ആവോ? അത് പബ്ലിക് നോയ്സൻസ് ആയിരിക്കും, ക്രൈം അല്ലേ? ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും സംശയം? ഇന്ന് അടുത്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്നാൽ നമുക്ക് ഫോൾസ് ഇംപ്രിസൺമെന്റ് എന്താണെന്ന് വെറുതെ പറഞ്ഞു പോവാം. ഫോൾസ് ഇംപ്രിസൺമെന്റ് എന്ന് വെച്ചാൽ ഒരാളെ ഒരു എന്താ പറയാ, എങ്ങോട്ടും പോകാൻ അനുവദിക്കാതെ സമ്മതിക്കാതെ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. അതിനാണ് നമ്മൾ ഫോൾസ്. ടോട്ടലും അൺലോഫുൾ റെസ്ട്രിക്ഷൻ ആയിരിക്കണം, പാർഷ്യൽ ആവരുത്. മൊത്തത്തിൽ അയാൾക്ക് വേറെ ഒരു വഴി കൂടിയും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒരാളെ റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അയാളുടെ മൂവ്മെന്റിനെ റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഫോൾസ് ഇംപ്രിസൺമെന്റ് എന്ന് പറയാം. എത്ര കാലം വരെ എന്നൊന്നും ഇതിൽ നോക്കുന്നില്ല, ടോട്ടാവാൻ അത് റെസ്ട്രിക്ഷൻ വേണം എന്നേ ഉള്ളൂ. അയാൾക്ക് വേറെ ഒരു വഴി കൂടിയും പോവാനുള്ള ഒരു സാഹചര്യം ഇല്ല. അങ്ങനെ ഒരാളെ നമ്മൾ ടോട്ടലി ആൻഡ് അൺലോഫുള്ളി റെസ്ട്രിക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഫോൾസ് ഇംപ്രിസൺമെന്റ് ആണ്. എന്താ ഒരു കേസ് റുഡൽഷ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാറും 14 വർഷം ജയിലിൽ വെച്ച അങ്ങനെ എന്തോ ഒരു കേസാണ്. പിന്നെ പാർഷ്യൽ റെസ്ട്രിക്ഷന്റെ ബേർഡ് വേഴ്സസ് ജോൺസ് എന്ന് പറഞ്ഞ ഒരു കേസിന്റെ ഒക്കെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ വരുന്നത് നോയ്സൻസ് പറഞ്ഞല്ലേ, നെർവസ് ഷോക്ക്. നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഈ ടെൻഷനൊക്കെ കൂടുതലുള്ളവർക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ് നെർവസ് ഷോക്ക്. പെട്ടെന്ന് ഒരാള് മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഇതുണ്ടാവില്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ചിലരത് എടുക്കില്ല, ചിലർക്ക് ഭയങ്കര ഒരു ഷോക്കായിരിക്കും. പെട്ടെന്ന് ഒരു കേസ് ഉണ്ടായിരുന്നു, ഒരു വെറുതെ ഒരു പ്രാങ്ക് പോലെ പറഞ്ഞതാണ്, ഹസ്ബൻഡ് മരിച്ചു എന്ന് അങ്ങനെ എന്തോ പറഞ്ഞതാണ്. അപ്പം അവർക്ക് നെർവസ് ഷോക്കായിരുന്നു. അവര് പെട്ടെന്ന് ഷോക്കായി പോയി. പെട്ടെന്ന് ഹസ്ബൻഡ് മരിച്ചു എന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര ഇതായിരിക്കുമല്ലോ. അപ്പൊ അവര് കേസ് കൊടുത്ത ഒരു ഇതുണ്ട്. പിന്നെ മലീഷ്യസ് പ്രോസിക്യൂഷൻ എവിടെയും കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഇതിലെന്താന്ന് വെച്ചാൽ ഡിഫൻഡന്റ് ഒരു ഫോൾസ് ക്രിമിനൽ കംപ്ലൈന്റ് പ്ലെയിന്റിഫിനെതിരെ ഫയൽ ചെയ്യാണ്. ഒരു മലീഷ്യസ് ഇന്റന്റ്, ഒരു ഇൽ മൈൻഡോട് കൂടി, ഒരു ദുഷിച്ച ചിന്തയോടെ കൂടി, അങ്ങനെ ഒരു ഇല്ലാത്തൊരു കള്ളക്കേസ് അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് പ്ലെയിന്റിഫിനെതിരെ ഫയൽ ചെയ്യാണ്. എന്നിട്ട് പ്ലെയിന്റിഫിനെ ചാർജ് ചെയ്തു. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യത്തില് പ്ലെയിന്റിഫിന് ഡിഫൻഡന്റിന് എതിരെ സ്യൂട്ട് ഫയൽ ചെയ്ത് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് മലീഷ്യസ് പ്രോസിക്യൂഷൻ. അപ്പൊ ഈ സിസ്റ്റത്തിനെ കയ്യിലെടുക്കാണ്, അബ്യൂസ് ചെയ്യാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു ഇല്ലാത്ത കേസ് കൊടുത്ത ഒരാളെ അകത്താക്കുക എന്നൊക്കെ പറഞ്ഞാൽ
മോശമല്ലേ? അപ്പം അയാള് നിയമത്തെ കയ്യിലെടുക്കുന്ന പോലെയല്ലേ, അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യുന്ന പോലെയല്ലേ മലീഷ്യസ് പ്രോസിക്യൂഷൻ. ഒരു ദുഷിച്ച ചിന്തയോടുകൂടി വേറൊരാൾക്കെതിരെ ഫോൾസ് കംപ്ലൈന്റ് കൊടുത്തിട്ട് അയാൾ അകത്താക്കുക. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇയാള് കേസ് കൊടുത്തതായിരിക്കില്ലേ? അങ്ങനെയാകുമ്പം കോമ്പൻസേഷൻ കിട്ടാവുന്ന ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റണം. അതാണ് പ്രശ്നം. പ്രൂവ് ചെയ്യുന്നിടത്താണ് ഇതിന്റെ എല്ലാത്തിന്റെയും പ്രശ്നം കിടക്കുന്നത്. എന്തേ സംശയമുണ്ടോ? അതൊന്നും മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ടോട്ടലാകെ 1-2 ചോദ്യം ഉണ്ടാവുള്ളൂ. ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി വെയിറ്റേജ് കുറവാണ്. ഒരു ക്വസ്റ്റ്യന് എത്രയാ മാർക്ക്? 3. 3 3 മാർക്സ്. 3 ഓക്കെ. അപ്പോൾ 2 ക്വസ്റ്റ്യന് 6 മാർക്ക്. 6 മാർക്ക് വലിയ മാർക്കാണോ ചെറിയ മാർക്കാണോ? ഇപ്പൊ ചെറിയ വലിയ മാർക്കായിരിക്കും. മാർക്കാണ്. എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് ആൻസർ കീ ഒക്കെ വരുമ്പം 1 മാർക്കിന് വേണ്ടി നിങ്ങളിങ്ങനെ എന്താ പറയാ ഒന്ന് ശരിയാക്കിയിരുന്നെങ്കിൽ തോന്നും ഒരു ക്വസ്റ്റിനൊക്കെ. കാരണം 1 മാർക്കൊക്കെ നമുക്ക് റാങ്ക് വല്ലാത്ത ഡിഫറൻസ് വരുത്തുന്നുണ്ട്. 10 മാർക്കിന്റെ ഡിഫറൻസിൽ റാങ്ക് എവിടെയോ എത്തിപ്പോവും. അതാണ് വേറെ കാര്യം. അപ്പൊ ടോർട്ട് എന്ന് പറയുന്ന ഒരു ജനറൽ ഓവർവ്യൂ പോലെ ഞാൻ പറയാം, നിങ്ങൾക്ക് ഓർമ്മ ഇല്ലെങ്കിൽ. ഒരു സിവിൽ റോങ് ആണ്. നമ്മൾ ക്രിമിനലുമായി ഒരു ക്രിമിനലിന്റെ ആ ഒരു സൈഡിലേക്കേ ചിന്തിക്കരുത്. സിവിൽ റോങ് ആണെന്ന് ഓർക്കുക. പിന്നെ റെമഡി എന്ന് പറയുന്ന അൺലിക്വിഡേറ്റഡ് ഡാമേജസ് ആണ്. ഡാമേജസ് എന്ന് വെച്ചാൽ കോമ്പൻസേഷൻ. അൺലിക്വിഡേറ്റഡ് എന്ന് വെച്ചാൽ അളക്കാത്തത്. ആരാ അളക്കുക ഡാമേജസ്? നിങ്ങൾ പറയോ എനിക്ക് ഇത്ര നഷ്ടം വന്നിട്ടുണ്ട്, എനിക്ക് ഇത്ര കിട്ടണം എന്ന് പറഞ്ഞാൽ അതേപോലെ കോടതി ആ ശരി എന്ന് പറയോ? ഇല്ല, കോടതിയാണ് അളക്കുക. എന്നിട്ട് അതിനനുസരിച്ചുള്ള ഒരു ഡാമേജസ് കോമ്പൻസേഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ സാൽമണ്ടിന്റെ ഒക്കെ ഡെഫിനിഷൻ ബൈഹാർട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് കണ്ടാൽ മനസ്സിലാക്കുക. സാൽമണ്ടിന്റെ ഡെഫിനേഷൻ ആണോ ഫ്രേസറിന്റെ ഡെഫിനേഷൻ ആണോ എന്നൊക്കെ ചിലപ്പോൾ ഓപ്ഷൻ അങ്ങനെ. പക്ഷെ ഇനി ചോദിക്കാൻ ചാൻസ് കുറവാണെന്നാ തോന്നുന്നത്. 1-2 ക്വസ്റ്റ്യനിൽ ഇവര് ഡെഫിനിഷൻ ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ വരുന്നത് യൂബിജസ് ഐ ബി റെമഡിയം, വേഴ്സ് എ റൈറ്റ് വേഴ്സ് എ റെമഡി എന്നാണ് പറയുന്നത്. പിന്നെ എസെൻഷ്യൽസ് ഓഫ് ടോർട്ടിൽ നമുക്കൊരു ലീഗൽ റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് ഒരു റോങ്ഫുൾ ആക്ട് കാരണം ഡിഫൻഡന്റിന്റെ ഒരു റോങ്ഫുൾ ആക്ട് അല്ലെങ്കിൽ ഒമിഷൻ കാരണം എനിക്കൊരു ലീഗൽ ഇഞ്ചുറി, അതായത് ഡാമേജ് സംഭവിക്കുകയാണ്. ആ ഡാമേജസ് കൊണ്ട്, അതായത് കോമ്പൻസേഷൻ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതിനെയാണ് നമ്മൾ പറഞ്ഞോ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഈ ടോർട്ടില് ലീഗൽ റീസണിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമോ? എന്താ ടോർട്ടില് ലീഗൽ റീസണിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമോ? ലീഗൽ റീസണിങ് ക്വസ്റ്റ്യൻസ് ക്ലീല് വരുമോന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് ശരിക്കും എക്സാമിനറിന് ഇടണം എന്ന് തോന്നുകയാണെങ്കിൽ അയാൾ ഇടും. മടിയനായിട്ടുള്ള ഒരാളാണെങ്കിൽ ഇടില്ല. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കുസാറ്റിലൊക്കെ അല്ലേ കുറച്ചുകൂടെ ആ ഒരു ലെവലിൽ ചോദിക്കുന്നത്. ക്ലീൽ അങ്ങനെ ചോദിക്കും. ക്ലീല് ഞാനിപ്പം മറ്റേ ശോഭികന്റെ ആ ക്വസ്റ്റ്യൻ ചോദിച്ച പോലെ അങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിച്ചാൽ എന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ചിലപ്പോൾ കുറേ പഠിച്ചു പോയിട്ട് ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല ചോദിച്ചത്. ഞാനൊക്കെ എഴുതിയ എൻട്രൻസിന്റെ കാര്യം പറയണ്ട. കാരണം അത്രയും ചോദ്യങ്ങൾ നമ്മൾ എന്തൊക്കെയോ പഠിച്ചു പോയിട്ട് അവർ ചോദിച്ച ചോദ്യങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ചോദ്യങ്ങളായിരുന്നു ആ ഇയർക്ക്. ചിലപ്പം ടഫാക്കാം, ചിലപ്പം ഇവർ ആദ്യത്തെ ചോദ്യമൊക്കെ ഒന്ന് ടഫാക്കിയിട്ട് നടുവിലൊക്കെ വളരെ ഈസി ആയിട്ടൊക്കെ കൊടുക്കും. അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ ടഫ് ക്വസ്റ്റ്യൻ കാണുമ്പം പേടിച്ചു പോകരുത്. അതാണ് പ്രശ്നം. ചിലപ്പം അവസാനത്തേക്ക് നല്ല എളുപ്പമുള്ളത് കിടക്കുന്നുണ്ടാവും. അവസാനം എളുപ്പമുള്ളത് കിടക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് ആദ്യം തന്നെ ആദ്യത്തെ ഒക്കെ സ്കിപ്പ് അടിച്ച് അവസാനത്തെ പോയി അറ്റൻഡ് ചെയ്യരുത്. ചിലപ്പോൾ അവസാനമായിരിക്കും കുനിഷ്ഠ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുക. നിങ്ങൾക്ക് ഫ്രീ മോക്ക് കിട്ടുകയാണെങ്കിൽ ഒക്കെ ചെയ്യണം കേട്ടോ. ഗൈഡ് യൂസ് ചെയ്യുന്നവരെ എടുത്ത് ചിലപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടാവും.
അപ്പം അതൊക്കെ ആ ഒരു ടൈം ക്വസ്റ്റ്യൻസ് അതിൽ കൂടുതലായിരിക്കും പ്രീവിയസ് ഇയറിൽ. പക്ഷേ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, പഠിച്ചത് വെച്ചിട്ട് എങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. നിങ്ങൾ ഫുള്ള് പഠിച്ചു കഴിഞ്ഞില്ലല്ലോ അതുകൊണ്ട് ഇപ്പോഴേ മോക്ക് ചെയ്യണമെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. ഞാനൊക്കെ ചേർന്ന് അവിടെ അഡ്മിഷൻ എടുത്ത് തൊട്ട പിറ്റേ ദിവസം തന്നെ മോക്ക് ചെയ്യാൻ പറഞ്ഞു. ഏത് ഞാനൊരു വസ്തു പഠിച്ചിട്ടില്ല, എന്നോട് മോക്ക് എഴുതാൻ പറഞ്ഞതാ. അത് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്ന് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഗൈഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലാത്ത കോച്ചിങ് സെൻറ്ററിൽ പോയി ഫീസ് അടിച്ച് അവർ ദിവസം മോക്ക് ചെയ്യുന്നവരായിരിക്കും. അവരുടെ കൂടെയാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു ചിന്ത വേണം. അവർ ഡെയിലി മോക്ക് ചെയ്യുന്നവരായിരിക്കും. കോച്ചിങ് സെൻറ്റേഴ്സ് അങ്ങനെയാണ് കൊടുക്കുക. ഓഫ്ലൈനിൽ അങ്ങനെ പോകുമ്പോഴൊക്കെ അവർ ഡെയിലി മോക്ക് ചെയ്യുന്നവരായിരിക്കും. പക്ഷേ കോച്ചിങ് സെൻറ്ററിൽ പോവാതെ ഗവൺമെൻറ് ലോ കോളേജിൽ പഠിക്കുന്നവരും സീറ്റ് കിട്ടിയവരുണ്ട്. അതെങ്ങനെയാന്നൊക്കെ ചോദിച്ചാൽ അവരെ സമ്മതിക്കണം അല്ലേ. കോച്ചിങ് എടുക്കാതെ എത്തിയവരും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആദ്യം നമുക്ക് കോൺഫിഡൻസ് തന്നെയാണ് വേണ്ടത്. ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കാതിരിക്കുക. പിന്നെ പ്രീവിയസ് ഇയർ നല്ലോണം ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ടോർട്ടിൽ അത്ര ഫോക്കസ് ചെയ്യേണ്ട, ടോർട്ടൊന്ന് ഓടിച്ച് പോയാൽ മതി എന്നേ ഞാൻ പറയുള്ളൂ. എന്നോട് ചോദിച്ചാൽ ലീഗലിൽ ടോർട്ടിന്ന് അത്ര ചോദ്യമല്ലേ വരുന്നുള്ളൂ. നിങ്ങൾ ആരെങ്കിലും പ്രീവിയസ് ഇയർ നോക്കിയിരുന്നോ? യെസ്. അതിലിപ്പോൾ എത്ര ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ടോർട്ടിന്ന്? 2 മാക്സിമം ഒരു 1-2. അത്രേ ഇപ്പൊ ചോദിക്കുന്നുള്ളൂ. പണ്ടാണെങ്കിൽ പിന്നെയും ചോദിച്ചേനെ. പണ്ട് കുറച്ചുകൂടെ ചോദിച്ചിരുന്നതാണ്. ഇപ്പോൾ കുറവായതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ ബാക്കി കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. ടോട്ടൽ അത്ര സമയം കളയേണ്ട ആവശ്യമില്ല. വെറുതെ ഒന്ന് ഓടിച്ചു പോയാൽ മതി. പിന്നെ പ്രീവിയസ് ഇയർ ചെയ്താലും മതിയാവും. മാം ഇപ്പൊ ലീഗലിന്റെ ഏത് കുറച്ചുകൂടെ സോളിഡ് ആയിട്ട് നോക്കേണ്ടത് ഏതാ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷനും ക്രൈമേ നമുക്ക് പറയാൻ പറ്റൂ. പിന്നെ കോൺട്രാക്ട് കുറച്ചുകൂടെ എളുപ്പമുള്ളതാണ്. പക്ഷെ സെക്ഷൻ ചോദിച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷനിലും ക്രൈമിനെക്കാട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. വെയിറ്റേജ് അങ്ങനെയല്ലേ വരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ റിട്സ് എന്ന് എന്തായാലും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം എന്ന് വിചാരിക്കും. റിട്സ് ഒക്കെ നിങ്ങൾ പഠിച്ചോ? യെസ്. പഠിച്ചില്ലേ? എത്ര എണ്ണം ഉണ്ട് റിട്സ്? 5. അപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അതിൽ നിന്നൊക്കെ ചിലപ്പം ഈ അസേർഷൻ റീസണിങ് ഒക്കെ ചോദിക്കാം, അല്ല സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ വല്ല കൺഫ്യൂഷൻ ഉണ്ടോ? ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നോളൂ. ഇപ്പം ഉണ്ടാവില്ല. അപ്പം നമുക്ക് നിർത്താം. ഓക്കെ, നിർത്താൻ നല്ല സന്തോഷമുണ്ടല്ലോ. എന്നാൽ ശരി, ലീവ് ചെയ്തോളൂ ഡൗട്ടൊന്നും ഇല്ലെങ്കിൽ.